അടുത്തതായിട്ട് നമുക്ക് ഒരു വോൾട്ട് മീറ്ററിൻ്റെ ലോഡിംഗ് എഫക്റ്റും അതുപോലെ അമ്മീറ്ററിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ എഫക്റ്റും എന്താണ് എന്ന് നോക്കാം. ഏതൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിൽ ഒരു ലോഡിംഗ് എഫക്റ്റും വരാറുണ്ട്, അതുപോലെ അമ്മീറ്ററിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ എഫക്റ്റുകളും വരാറുണ്ട്. അപ്പോൾ സർക്യൂട്ടിൻ്റെ നമ്മുടെ റീഡിങ്ങിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് ലോഡിംഗ് എഫക്റ്റ് ഓഫ് വോൾട്ട് മീറ്റർ. ലോഡിംഗ് എഫക്റ്റ് ഓഫ് വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ an important factor when selecting a meter for a certain വോൾട്ടേജ് മെഷർമെൻറ്റ്. ഒരു സർട്ടൻ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. A low sensitivity voltmeter may give an almost correct reading when measuring the voltages in the low resistance circuit, but it produces very high errors in high resistance circuit. നമ്മളൊരു ലോ സെൻസിറ്റിവിറ്റി വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നമ്മളത് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടാണ് നമ്മൾ ആ ഒരു ലോ സെൻസിറ്റിവിറ്റി വോൾട്ട്മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അവിടെ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൈ എറർ അവർ പ്രൊഡ്യൂസ് ചെയ്യും. ലോ സെൻസിറ്റിവിറ്റി വോൾട്ട്മീറ്ററിന് നമ്മൾ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റീഡിങ്, ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടും. പക്ഷേ ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. When a voltmeter connected across a high resistance circuit act as a shunt for that portion of the circuit and thereby reduces the equivalent resistance in that portion of the circuit. നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിൻ്റെ അകത്ത് വോൾട്ട് മീറ്ററിനെ നമ്മൾ ഷണ്ടായിട്ട് കണക്ട് ചെയ്തു. വോൾട്ട് മീറ്ററിന് നമുക്കൊരു സർക്യൂട്ട്, നമ്മൾ ഹൈ റെസിസ്റ്റൻസ് കാണേണ്ട ഒരു സർക്യൂട്ടിനെ എക്രോസ് ആയിട്ട് നമുക്ക് ആ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്താലാണ് അതിൻ്റെ എക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പം അങ്ങനെ നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വോൾട്ട് മീറ്ററിനെ നമ്മൾ ഷണ്ടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ അത് പാരലൽ ഷണ്ടായിട്ട് ആക്ട് ചെയ്യും. ആ റെസിസ്റ്റൻസിന് ഷണ്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം ഈ വോൾട്ട് മീറ്ററിനും ഒരു ചെറിയ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ ഈ ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിന് പാരലായിട്ട് കൊണ്ടുപോയിട്ട് ഈ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഈ ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിന് ഷണ്ടായിട്ട് ആക്ട് ചെയ്യും. എന്താ ഉണ്ടാവുക എഫക്റ്റ്? ആ എഫക്റ്റ് ഈക്വാലൻ്റ് സർക്യൂട്ടിൻ്റെ ഈക്വാലൻ്റ് റെസിസ്റ്റൻസ് കുറയും. നമുക്കറിയാം പാരലലി കണക്ട് ചെയ്യുന്ന സമയത്തേക്ക് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്ന സമയത്തേക്ക് അതിന് എക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഇൻഡിക്കേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. നമുക്ക് കിട്ടേണ്ട വാല്യൂവിൽ നിന്നും ഒരുപാട് കുറഞ്ഞ വാല്യൂ ആയിരിക്കും നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടുക. കാരണം ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? IR എന്നാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കുറയുന്ന സമയത്തേക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ എഫക്റ്റിനെയാണ് ലോഡിംഗ് എഫക്റ്റ് ഓഫ് എ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വോൾട്ട് മീറ്ററിൻ്റെ ലോ സെൻസിറ്റിവിറ്റി കാരണമാണ് ഉണ്ടാവാറുള്ളത്. ലോ സെൻസിറ്റിവിറ്റി ലോ റെസിസ്റ്റൻസ് സർക്യൂട്ടിലാണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. സാധാരണ നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് റേഞ്ചിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ടുള്ള ഏകദേശം നമുക്ക് അംഗീകരിക്കാവുന്ന രീതിയിലുള്ളൊരു വാല്യൂ കിട്ടുന്ന സ്കെയിൽ എത്തുന്നത് വരെ നമ്മൾ റേഞ്ച് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ലോഡിംഗ് എഫക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഹൈ സെൻസിറ്റിവിറ്റി സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഹൈ സെൻസിറ്റിവിറ്റി മീറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതുപോലെ ഹയസ്റ്റ് റേഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിലും ലോഡിംഗ് എഫക്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ലോ സെൻസിറ്റിവിറ്റി ആയിരുന്നു മെയിനായിട്ട് ലോഡിംഗ് എഫക്റ്റിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി അതുപോലെ മീറ്റർ റീഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ എപ്പോഴും എന്ത് ചെയ്യാം? എബവ് ദ മിഡ് സ്കെയിലിൽ ഉള്ള ഒരു റേഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ട്രൈ ടു സെലക്ട് എ റേഞ്ച് ഇൻ ദ മൾട്ടി സ്കെയിൽ ഇൻസ്ട്രുമെൻറ്റ് സച്ച് ദാറ്റ് ദ റീഡിംഗ് ഒബ്റ്റെയിൻഡ് ഈസ് എബവ് ദ മിഡ് സ്കെയിൽ. സ്കെയിലിൽ മിഡ് പോയിൻറ്റിൽ നിന്നും മേലേക്ക് റീഡിങ് കിട്ടുന്ന രീതിയിലുള്ള ഒരു റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യാം. പ്രിസിഷൻ ഓഫ് ദ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഫ് ഇൻഡിക്കേഷൻ ഈസ് അറ്റ് ദ ലോ എൻഡ് ഓഫ് ദി സ്കെയിൽ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രിസിഷൻ എന്ത് ചെയ്യും? നമ്മൾ ലോവർ എൻഡിലാണ്, സ്കെയിലിൻ്റെ ലോവർ എൻഡിലാണ് നമുക്ക് റീഡിങ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിസിഷൻ ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എഫക്റ്റ് ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ അമ്മീറ്റർ ഇൻ ദ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഇനി നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്തേക്ക് ഒരു വോൾട്ട്മീറ്ററും ഒരു അമ്മീറ്ററും ഉപയോഗിച്ച് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം.
ഫിഗറിൽ 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് കണക്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള 2 രീതിയിൽ നമുക്ക് അതിന് സർക്യൂട്ടിനെ കണക്ട് ചെയ്യാം. ആദ്യമേ സർക്യൂട്ടിന് നേരെ എക്രോസ് ആയിട്ടൊരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഡിന് സീരീസ് ആയിട്ട് നമുക്കൊരു അമ്മീറ്ററിനെ കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സർക്യൂട്ടിന് നേരെ വരുന്ന കറണ്ടിനെ നമുക്കൊരു അമ്മീറ്ററിലൂടെ എടുത്തിട്ട് അമ്മീറ്റർ കഴിഞ്ഞിട്ടാണ് പിന്നെ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കേസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തേക്കും അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, റീഡിങ്ങിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്ന് നോക്കാം. In both the cases, the reading of the ammeter and the voltmeter are taken. Then the measured value of the resistance is given by 2 ഗതിയിലായാലും എന്ത് ചെയ്യണം, വോൾട്ട്മീറ്റർ വെച്ച് വോൾട്ടേജും അമ്മീറ്റർ ഉപയോഗിച്ച് ആംബിയർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് RM അതിൻ്റെ മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വോൾട്ട്മീറ്റർ റീഡിംഗ് ഡിവൈഡഡ് ബൈ ദ അമ്മീറ്റർ റീഡിംഗ് V/I ആണ്. Then the measured value of the resistance RM should be equal to the true value R. നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ RM എപ്പോഴും എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ട്രൂ റെസിസ്റ്റൻസ് Rന് ഈക്വൽ ആയിരിക്കണം. R എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് VR. അപ്പം നമ്മൾ RM കണക്ട് ചെയ്യുന്ന സമയത്തേക്ക് ട്രൂ വാല്യൂ Rന് ഈക്വൽ ആയിരിക്കണം. ആൻഡ് പ്രൊവൈഡിങ് ദ അമ്മീറ്റർ റെസിസ്റ്റൻസ് ഇസ് 0. അമ്മീറ്ററിൻ്റെ അങ്ങനെ നമുക്ക് R തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ V/R ഉപയോഗിച്ച് നമുക്ക് V/I ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്ന കിട്ടുന്ന ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R തന്നെ, നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കണം, അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കണം. അതുപോലെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയും ആവണം. ഈ അതുപോലെ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. ഈ കണ്ടീഷനിൽ മാത്രം നമുക്ക് ആ ഒരു ട്രൂ വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ് അവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലി ഇത് നമുക്ക് പോസിബിൾ അല്ല. എപ്പോഴും അമ്മീറ്ററിനും ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും, വോൾട്ട്മീറ്ററിനും ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. നമുക്കൊരിക്കലും അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രൂ വാല്യൂ നമുക്ക് കിട്ടാറില്ല. ഫസ്റ്റ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് വോൾട്ട്മീറ്റർ കഴിഞ്ഞിട്ടാണ് അമ്മീറ്ററിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്യൂട്ട് 1 ദ അമ്മീറ്റർ മെഷേഴ്സ് ദ ട്രൂ വാല്യൂ ഓഫ് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ. ഈ കേസിൽ ഫസ്റ്റ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മുടെ VR എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിലേക്ക് പോകുന്ന കറണ്ട്, ആ IRനെയാണ് അമ്മീറ്ററിൽ മെഷർ ചെയ്യുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. IRൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് അമ്മീറ്ററിൽ കിട്ടും. ലോഡിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ് എന്ന് വ്യക്തമായിട്ട് കിട്ടും. ബട്ട് ദ വോൾട്ട്മീറ്റർ ഡസ് നോട്ട് ട്രേഡ്സ് ദ ട്രൂ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്. പക്ഷേ സർക്യൂട്ട് നോക്കിയാൽ അറിയാം, വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് കറക്റ്റ് Rന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണോ? അല്ല. Rന് അക്രോസ് ഉള്ള വോൾട്ടേജും വരുന്നുണ്ട്, പ്ലസ് ആ അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്നൊരു വോൾട്ടേജ് ഡ്രോപ്പും അതിനാണ് VA എന്ന് പറയും. അമ്മീറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് VA പ്ലസ് VR ആണ് നമുക്ക് ആ ഒരു വോൾട്ട്മീറ്ററിൽ മെഷർ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. On the other hand, the voltmeter measures the voltage drop across the resistance and also the ammeter. അമ്മീറ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പും അതുപോലെ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പും രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്ന വോൾട്ട്മീറ്ററിൽ മെഷർ ചെയ്യാറുണ്ട്. അമ്മീറ്ററിൽ കിട്ടുന്ന കറണ്ട് മെഷർ ചെയ്യുന്നത് ശരിക്കും ലോഡിലൂടെയുള്ള കറണ്ട് തന്നെയാണ്. ഇനി ലെറ്റ് RA ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദി അമ്മീറ്റർ. അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? R ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ അമ്മീറ്റർ എന്ന് പറയുന്നത് VA, ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു RA. RMT എന്ന് പറയുന്നത് V/I ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/I ആണ്. അതായത് VR പ്ലസ് VA ഡിവൈഡഡ് ബൈ IR. ടോട്ടൽ V എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താ കിട്ടിയത്? VR പ്ലസ് VA, റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പും അമ്മീറ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പും ഡിവൈഡഡ് ബൈ ദ IR ലോഡിലൂടെയുള്ള കറണ്ടും. നമുക്ക് R പ്ലസ് RA എന്ന് കിട്ടും. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ്. അത് നമുക്ക് ട്രൂ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ്, നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ട്രൂ വാല്യൂ എത്രയായിരിക്കും? R ഈക്വൽ ടു ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസിൽ നിന്നും RMTയിൽ നിന്നും നമ്മുടെ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ മൈനസ് ചെയ്താലാണ് നമുക്ക് വാല്യൂ കിട്ടുക. മെഷേർഡ് വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ ദ ട്രൂ വാല്യൂ. നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ ക്ലിയർ ഫ്രം ദി അബവ് ഇക്വേഷൻ ദാറ്റ് ദ ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു ദ മെഷേർഡ് വാല്യൂ ഓൺലി ഇഫ് ദ അമ്മീറ്റർ റെസിസ്റ്റൻസ് RA is 0. നമുക്ക് ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം. ഇക്വേഷൻ 2 നോക്കിക്കഴിഞ്ഞാൽ ട്രൂ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു RMT മൈനസ് RA. അപ്പോൾ ഈ R എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്ത അതേ വാല്യൂ RMT ആണ് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? അവിടെ RA 0 ആയിരിക്കണം. അതായത് അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് റീഡിങ് 0 ആയിരിക്കണം. ഇപ്പോൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ വാല്യൂവും അത് ട്രൂ വാല്യൂവും നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള എറർ എങ്ങനെയാണ് നോക്കുക? RMT മെഷേർഡ് വാല്യൂ മൈനസ് R ഡിവൈഡഡ് ബൈ R. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് RA/R എന്ന് കിട്ടും.
കൺക്ലൂഷൻ എന്താണ്? ഇക്വേഷൻ 3 പ്രകാരം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് വുഡ് ബി സ്മോൾ ഇഫ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് അണ്ടർ മെഷർമെൻറ്റ് ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി അമ്മീറ്റർ. നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ, അത് എറർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് വലിയ ഒരു വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ എറർ ഒരുപാട് കുറവായിരിക്കും. Therefore, the first circuit is more suitable for measuring the high resistance values. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ ഒരു ഫസ്റ്റ് സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും കറക്റ്റ് റീഡിങ് കിട്ടാനായിട്ട് നമുക്ക് ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിനകത്ത് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടുകളിലാണ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് വരുന്ന വാല്യൂസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ആദ്യമേ വോൾട്ട് മീറ്ററും പിന്നെ അമ്മീറ്ററും കണക്ട് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഇനി സർക്യൂട്ട് 2 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ലൈനിലാണ് കൊണ്ടുപോയിട്ട് എന്ത് വെക്കുന്നത്? ലൈനിൽ നേരെ വരുന്ന കറണ്ടിനെ നമ്മൾ ഒരു അമ്മീറ്റർ വഴി കടത്തി വിട്ടിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെ ക്രോസ് കൊണ്ടുപോയിട്ട് വോൾട്ട് മീറ്ററിനെ വെക്കുന്നത്. അങ്ങനെയാവുമ്പോൾ എന്തായിരിക്കും? ഇൻ ദിസ് സർക്യൂട്ട് ദ വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദ ട്രൂ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്. ഈ കേസിൽ റെസിസ്റ്റൻസിൻ്റെ ലോഡ് റെസിസ്റ്റൻസിൻ്റെ അക്രോസ് വരുന്ന കറക്റ്റ് വോൾട്ടേജ് തന്നെ ആയിരിക്കും വോൾട്ട് മീറ്ററിൽ മെഷർ ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ but the ammeter measures the sum of the currents through the resistance and the voltmeter. ഇവിടെ വോൾട്ട്മീറ്റർ എങ്ങനെയാണ്? അമ്മീറ്റർ വെച്ചതിന് ശേഷം ഒരു പാരലൽ സർക്യൂട്ടായിട്ട് വോൾട്ട്മീറ്റർ വരുന്നുണ്ട്. അതായത് ലോഡിലേക്ക് എടുക്കുന്ന കറണ്ടിൻ്റെയും അതുപോലെ വോൾട്ട്മീറ്ററിലേക്ക് വലിക്കുന്ന കറണ്ടിൻ്റെയും ആ രണ്ട് കറണ്ടിൻ്റെയും സം ചെയ്തിട്ടുള്ള കറണ്ട്, അതായത് ടോട്ടൽ കറണ്ട് ആയിരിക്കും IVയും അതുപോലെ IRും. അങ്ങനെ രണ്ട് കറണ്ടും കൂടെ സം ചെയ്തിട്ടായിരിക്കും ഏതിൽ മെഷർ ചെയ്യുന്നുണ്ടാവുക? അമ്മീറ്ററിനകത്ത് കാണിക്കുന്നുണ്ടാവുക. കറക്റ്റ് ലോഡിലൂടെ തന്നെയുള്ള അമ്മീറ്ററിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. RV എന്ന് പറയുന്നത് വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ കറണ്ട് ത്രൂ ദ വോൾട്ട്മീറ്ററിലൂടെയുള്ള കറണ്ട് എങ്ങനെയാണ് നമുക്ക് കാണാം? വോൾട്ട്മീറ്ററിൻ്റെ കാണിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് RV ചെയ്ത് കഴിഞ്ഞാൽ ആ വോൾട്ട്മീറ്ററിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മെഷേർഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? നമ്മൾ ഈ കേസിൽ നമ്മൾ സർക്യൂട്ട് 2ൽ നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരുന്നു? V/I. V എന്ന് പറയുന്നത് വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് ഡിവൈഡഡ് ബൈ IR പ്ലസ് IV. രണ്ട് കറണ്ട് അവിടെ വരുന്നുണ്ട്, റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടും വോൾട്ട്മീറ്ററിലൂടെയുള്ള കറണ്ടും. RM2 എന്ന് പറയുന്നത് നമ്മുടെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ V/R. IR എന്ന് പറയുന്നത് V/R പ്ലസ് V/RV. IV എന്ന് പറയുന്നത് V/RV ആണ്. ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ നമ്മൾ R/V വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? R ഡിവൈഡഡ് ബൈ 1 പ്ലസ് R/RV എന്ന് കിട്ടും. ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ട്രൂ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ മെഷേർഡ് വാല്യൂ. ഇവിടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് R ആണ്. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് R നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിന് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? R ഡിവൈഡഡ് ബൈ 1 പ്ലസ് R/V എന്ന് പറയുന്ന ഇക്വേഷൻ Rന് ഈക്വൽ ആവണം. അതായത് 1 പ്ലസ് R/RV എന്ന് പറയുന്നത് 1 ആയിരിക്കണം. R/RV എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കണം. R/RV എന്ന് പറയുന്ന വാല്യൂ 0 ആവണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? R/ഇൻഫിനിറ്റി ആയിരിക്കണം. അതായത് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന മെഷർ ചെയ്ത റീഡിങ്ങും നമ്മുടെ ട്രൂ വാല്യൂ ഓഫ് റെസിസ്റ്റൻസും സെയിം ആയിട്ട് വരുള്ളൂ. The resistance to be measured R is very small when compared to the resistance of the voltmeter. ഇത് ശരിയാവണം എന്നുണ്ടെങ്കിൽ ഇത് വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻഫിനിറ്റി ആണ് നമ്മൾ എടുക്കുന്നത്. വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രമേ ഇത് എന്താവുള്ളൂ? സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേസിൽ രണ്ടാമത്തെ സർക്യൂട്ടിൽ കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിനേക്കാളും വളരെ കൂടുതലായിരിക്കണം. It should the true value of measured resistance R is very small when compared to the resistance of the voltmeter. നേരത്തെ എങ്ങനെയായിരുന്നു പറഞ്ഞത്? നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ അപേക്ഷിച്ച്. എന്നാൽ മാത്രമേ അമ്മീറ്ററിൻ്റെ കേസിൽ കറക്റ്റ് റീഡിങ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഈ കേസിലാണ് അവിടെ റെസിസ്റ്റൻസ് കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവണം. അല്ലെങ്കിൽ വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും ഒരുപാട് കുറവായിരിക്കണം നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് RM2 മൈനസ് R ഡിവൈഡഡ് ബൈ R ആണ്. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എറർ എന്ന് പറയുന്നത് മൈനസ് R/RV എന്ന് കിട്ടും. കൺക്ലൂഷൻ എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി എറർ ഇൻ ദ മെഷർമെൻറ്റ് വുഡ് ബി സ്മോൾ ഇഫ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് അണ്ടർ മെഷർമെൻറ്റ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും ചെറിയ ഒരു വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചെറിയ ഒരു വാല്യൂവിനെ മാത്രമേ നമുക്ക് ഈ കേസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്മോൾ റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യുമ്പോഴാണ് എപ്പോഴും എറർ കുറഞ്ഞ മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നത്.
Hence, circuit 2 will be used when the measuring resistance of the lower value മെഷർ ചെയ്യാനായിട്ടാണ് സർക്യൂട്ട് 2 അതുകൊണ്ട് യൂസ് ചെയ്യാറുള്ളത്.